പി രാജീവ് മാധ്യമങ്ങളെ കാണുകയാണ്. അതിന് മുഖ്യമന്ത്രി തന്നെ ഞങ്ങൾ രണ്ടുപേരെയും ചുമതലപ്പെടുത്തിയിരുന്നു. ഞങ്ങളിവിടെ ഇവരെ കണ്ടു, സംസാരിച്ചു. സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവും. ഡൽഹിയിലെ നമ്മുടെ റെസിഡന്റ് കമ്മീഷണറേറ്റിൽ നിന്നും അതിനാവശ്യമായിട്ടുള്ള ഫോളോ അപ്പ് നൽകുന്നുണ്ട്. തുടർച്ചയായിട്ട് അവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ കാണേണ്ട ഒരു വിഷയം രാജീവ് മിനിസ്റ്റർ സൂചിപ്പിച്ചു. ഇത് വളരെ ഗൗരവപൂർവം പൊതുസമൂഹം വീക്ഷിക്കുന്ന ഒരു പ്രശ്നമാണ്. മനുഷ്യക്കടത്തോ മതപരിവർത്തനമോ അല്ല. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ഒട്ടേറെ സഹായം ആരോഗ്യ പരിപാലന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ നടത്തുന്ന സിസ്റ്റേഴ്സ് അവർ നടത്തുന്ന മിഷണറി പ്രവർത്തനം അത് ചെറിയ തോതിൽ കാണുന്ന ഒന്നാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഈ സിസ്റ്റേഴ്സിന് 25 വർഷക്കാലത്തിലേറെയായി അവിടെ എല്ലാം സേവനം ചെയ്യുന്നവരാണ്. മതിയായ രേഖകളോടുകൂടി പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ് ഇവരോടൊപ്പം ഉള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ ആയിട്ടും അറസ്റ്റ് വിധിക്കപ്പെടുന്നു എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയോട് തന്നെ മൗലികമായിട്ടുള്ള നമ്മുടെ അവകാശത്തിനുള്ള ഒരു കടന്നുകയറ്റമായിട്ട് കാണേണ്ടി വരും. അതുകൊണ്ട് ഇതൊരു പൊതുവിഷയമാണ്. ഇതൊരു വിഭാഗത്തെ എന്നതിനേക്കാൾ ഉപരിയായി എല്ലാ വിഭാഗത്തെയും മതേതര കാഴ്ചപ്പാടുകൾക്ക് ഏറെ ശ്രദ്ധേയമാകുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയോട് കാണിക്കുന്ന തികച്ചും നീതി പുലർത്താൻ സാധിക്കാത്തൊരവസ്ഥ സംജാതമാകുന്നു എന്നുള്ളത് ഗൗരവപൂർവ്വം കാണുകയും ഇക്കാര്യത്തിൽ ഗവൺമെൻറ് പക്കൽ നിന്ന് എല്ലാ തലത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നിവിടെ സൂചിപ്പിച്ചു. മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ആവശ്യമായ ഇടപെടലുകൾ തുടരുന്നുണ്ട്. നിയമപരമായിട്ടും മറ്റ് സാഹചര്യങ്ങളിലും ഏതൊക്കെ തല ഇടപെടലുകൾക്ക് ആവശ്യമാണോ അതെല്ലാം ഗവൺമെൻറ് പക്കൽ നിന്ന് ഉണ്ടാകേണ്ടത് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാണ് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് രാജീവ് മിനിസ്റ്ററോടൊപ്പം എനിക്കും ഇവിടെ വരാൻ കഴിഞ്ഞത്. ഞങ്ങൾ ഇക്കാര്യത്തിൽ കഴിയുന്നത്ര എല്ലാ ശ്രദ്ധയും ഉണ്ടാകും. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി നിലനിൽപ്പിനും മതേതര കാഴ്ചപ്പാടിനും ആവശ്യമാണെന്നുള്ള ബോധ്യമാണ് ഗവൺമെൻറ്റിനുള്ളത്.